ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണെന്ന് പറയുന്നത് പോലെ ഈ പ്ലാവ് മുഴുവൻ ചക്കയാണല്ലോ. അതെ, അങ്ങനെ ഞങ്ങൾ എത്തി പ്രസിദ്ധമായ ചക്ക ഫാമിൽ. ഇത് കാണുന്ന കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും എവിടെയാണെന്ന്. അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. ഇവിടെ ചക്ക മാത്രമല്ല കേട്ടോ, നീണ്ടു നിവർന്ന് കിടക്കുന്ന മാന്തോപ്പും കൂടെയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ തറയിൽ നിറച്ച് മാങ്ങ വീണ് കിടക്കുന്നത്? ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മാങ്ങ വീഴുന്നുണ്ടായിരുന്നു. ജസ്റ്റ് മിസ്, തലയിൽ വീഴാതെ രക്ഷപ്പെട്ടു. വീണത് ഏതാണെന്ന് നോക്കി ഞങ്ങൾ പറക്കുന്നുണ്ടേ. ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ സേതുരാമയ്യർ CBI പോലെ അന്വേഷണത്തിലാണ് കെട്ടിയത്. കേസല്ല, മാങ്ങ. ഒടുവിൽ അടുത്ത ഒരു മാഞ്ചോട്ടിലെത്തി. വിഷ്ണു ബ്രോ മാങ്ങയെപ്പറ്റി ആലങ്കാരികമായി തള്ളി തള്ളി മറിക്കുന്നുണ്ട്. ഈ തള്ളുകൊണ്ടാണോ അതോ ഇനി കാറ്റുകൊണ്ടാണോ എന്നറിയില്ല. തൊട്ടപ്പുറത്തെ മാവിന്ന് മാങ്ങ വീണു. കിട്ടിയതല്ലേ, അതും കൂടി എടുത്തേക്കാം. അപ്പൊ തന്നെ അതും കവറിലാക്കി വെച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് നൊസ്റ്റു അടിച്ചിട്ടാണെന്ന് തോന്നുന്നു രണ്ടും കൂടി മാവേലി വലിഞ്ഞു കയറിയിട്ടുണ്ട്. തകൃതിയായിട്ടുള്ള മാങ്ങവറിയിലാണ്. നമ്മുടെ നാട്ടിലെ പോലെ നീറൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടായിരുന്നാലും ഈ സാഹസം കാണിക്കുവോ? അതുകൊണ്ട് തന്നെ കടിയൊന്നും കിട്ടാതെ മാങ്ങ ഉറക്കാനും പറ്റി. ഇനി മാവൊന്നും ബാക്കിയില്ലല്ലോ, എല്ലാം കവർ ചെയ്തല്ലോ. അങ്ങനെ കിട്ടിയതെല്ലാം കവറിലാക്കി അവിടെയുള്ള വാഴത്തോപ്പ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു. ചക്ക ഫാമിൽ വാഴയോ എന്നല്ലേ? ഇത് കണ്ടാൽ ശരിക്കും നമ്മുടെ നാട്ടിലെ ഓർമ്മയാണ് കേട്ടോ വരുന്നത്. അറബി നാട്ടിലും തഴച്ചു വളരുമെന്ന് വാഴ. ഇനി ഒരല്പം വിശ്രമമാകാം. എന്നാ പിന്നെ എൻ്റെ വക കുറച്ച് യൂറിയ കൂടി കൊടുക്കാം എന്ന് വെച്ചുകുട്ടൻ. അത് ഞങ്ങൾ ക്യാമറയിൽ പകർത്തുന്നത് കണ്ടതും യൂറിയ കൊടുക്കുന്നത് പകുതി വെച്ച് നിർത്തി മിച്ചുതേ തിരിച്ചു വരുന്നു. ചക്ക ഫാമിൽ വന്നിട്ട് മാങ്ങയും വാഴയും ഒക്കെ ആണല്ലോ എന്ന് ചോദിക്കരുത്. വന്നപാടെ ചക്ക 2 വാങ്ങി സേഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. വന്ന ടൈമിൽ 1-2 ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ചു പോകാൻ നേരം നല്ല തിക്കും തിരക്കും. ചൂടായാലും മലയാളിക്ക് ചക്ക പ്രിയം തന്നെ. അപ്പോൾ ഇനി ചക്കപ്പുഴുക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.